കോട്ടയത്ത് നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. യുവാവും യുവതിയും ആത്മഹത്യാ നിലയിൽ ഹോട്ടൽ മുറിയിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിയാത്തുരുത്ത് സ്വദേശി ആസിയ, പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇരുവരും കമിതാക്കളായിരുന്നു. മറ്റ് ആസിയയെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ വ്യാഴാഴ്ച പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയാണ് ഇരുവരെയും ഈ ഒരു മുറിയിൽ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പോലീസ് മൃതദേഹം അവിടെ തന്നെ സൂക്ഷിക്കുകയാണ്. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് പോസ്റ്റ്മോർട്ടത്തിനും മറ്റും കൊണ്ടുപോകുക. ഏതാണ്ട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം ഇതാണ്: ഇരുവരും കമിതാക്കൾ ആയിരുന്നു. പക്ഷെ ഇവരുടെ വിവാഹം വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം കോട്ടയം നഗരത്തിൽ ഒരു മുറിയെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. മിനിഞ്ഞാന്നാണ് ഇവർ റൂമിലെത്തിയത്. ഇന്നലെ വൈകുന്നേരമായിട്ടും ഇവർ മുറി തുറക്കാതെ വന്നതോടെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് ഈ മുറി തുറന്നത്. അപ്പോഴാണ് ഇരുവരും ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ആസിയയുടെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ഗാന്ധിനഗർ പോലീസിന് ആസിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഞെട്ടിക്കുന്ന വാർത്ത കുടുംബങ്ങളെ തേടിയെത്തുന്നത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.